ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. PSC മുൻകാലങ്ങളിൽ ചോദിച്ച വൊക്കാബുലറിയാണ്, ഇംഗ്ലീഷ് വൊക്കാബുലറിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് PSC മുൻകാലങ്ങളിൽ ചോദിച്ച ഫ്രേസൽ വെർബ്സ് ആണ് കേട്ടോ. ഫ്രേസൽ വെർബ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. 2014 മുതൽ 2024 വരെ PSC ചോദിച്ചിട്ടുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. PSC മുൻകാലങ്ങളിൽ ചോദിച്ച ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കുട്ടികളെ. വെറുതെ നിങ്ങൾ കണ്ടുപോകരുത്. ഒരു നോട്ടും ഒരു പെന്നും എടുത്തിട്ട് വന്നിട്ട് വേണമേ ക്ലാസ് കാണാൻ. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദ പ്രോപ്പർ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുന്ന ഫ്രേസൽ വെർബ് ഇല്ലേ, അതിന്റെ പ്രോപ്പർ മീനിങ് ആണ് ചോദിച്ചേക്കുന്നത്. ദ സെർവന്റ് ത്രൂ ദ ഗauntlet അറ്റ് ഹിസ് സൈലന്റ് മാസ്റ്റർ. ത്രൂ ദ gauntlet. ത്രൂ ദ gauntlet എന്ന് വെച്ചാൽ എന്താ? ത്രൂ ദ gauntlet മീൻസ് എന്താണ്? ത്രൂ ദ gauntlet. gauntlet എന്ന് വെച്ചാൽ പടയാളികൾ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ പടയാളികളെ? അപ്പൊ പടയാളികളുടെ കയ്യിൽ എന്തുണ്ട്? ഇരുമ്പ് കൈ കവചമുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൈ കവചമുണ്ട്. അതിനെയാണ് ഗauntlet എന്ന് വിളിക്കുന്നത്. ത്രൂ ദ gauntlet എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രേസിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് മീനിങ്? ഒരു ചലഞ്ച് ചെയ്യുക എന്നതാണ് കേട്ടോ. ഓക്കെ, ഇഷ്യൂഡ് എ ചലഞ്ച് എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ്? ചലഞ്ച് ചെയ്യുക, ചലഞ്ചിങ് സംവൺ. എന്താണ് ചലഞ്ചിങ് സംവൺ? ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പടയാളി അയാളുടെ ഗauntlet താഴേക്ക് ഇങ്ങനെ എടുത്തെറിയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഒരു ചലഞ്ച് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ചലഞ്ചിങ് സംവൺ. എന്താണ് ചലഞ്ചിങ്? ആരെങ്കിലും ചലഞ്ച് ചെയ്യുന്നതാണ് അതിന്റെ മീനിങ് കേട്ടോ. ചലഞ്ചിങ് സംവൺ. അതാണ് എന്ത്? ത്രൂ ദ gauntlet മീൻസ് വാട്ട്? ചലഞ്ചിങ് സംവൺ. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇർഫാൻ വാസ് ഡാഷ് ഇൻ എ വില്ലേജ് ഇൻ ബീഹാർ. ഇർഫാൻ വാസ് ഡാഷ് ഇൻ എ വില്ലേജ് ഇൻ ബീഹാർ. നമുക്ക് നോക്കാം ഓരോ ഫ്രേസൽ വെർബ്സിന്റെ മീനിങ് നോക്കാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് ആപ്റ്റ് ആയിട്ട് വരുന്ന ഫ്രേസൽ വെർബ് എന്നുള്ളത്. നോക്കിക്കേ, ബ്രോട്ട് ഇൻ എന്ന് വെച്ചാൽ എന്താ? ബ്രോട്ട് ഇൻ എന്ന് വെച്ചാൽ ടു പ്രൊഡ്യൂസ്, ഉൽപ്പാദിപ്പിക്കുക. ബ്രോട്ട് ഇൻ മീൻസ് ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ടു ഏൺ എന്നൊക്കെയുണ്ട്. സമ്പാദിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ടു ഏൺ, ഇതാണ് ബ്രോട്ട് ഇന്നിന്റെ മീനിങ്. ഇനി എന്താണ് ബ്രോട്ട് അപ്പ് എന്ന് വെച്ചാൽ? ബ്രോട്ട് അപ്പ് മീൻസ് വളർന്നത്. ഓക്കെ, ബ്രോട്ട് അപ്പ് മീൻസ് ടു ക്യാരി ഓർ ടു കൺവേ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. മലയാളത്തിൽ നമ്മൾ ഇതിനെ വളർന്നത്, എവിടെയാണോ വളർന്നത് അത്. ദെൻ ബ്രോട്ട് ഔട്ട് എന്ന് വെച്ചാൽ എന്താ? ബ്രോട്ട് ഔട്ട് എന്ന് വെച്ചാൽ ടു റിവീൽ എന്നാണ് അർത്ഥം. ഓക്കെ, റിവീൽ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെ വെളിപ്പെടുത്തത്തില്ലേ, അതിനെയാണ് റിവീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു റിവീൽ, അതാണ് ബ്രോട്ട് ഔട്ട് എന്ന് പറയുന്നത്. ബ്രോട്ട് ഫോർ എന്ന് വെച്ചാൽ എന്താണ്? ബ്രോട്ട് ഫോർ മീൻസ് ടു ബ്രിങ് സംതിങ് ടു സംവൺ. ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തു കൊണ്ടുവരത്തില്ലേ, അതിനെയാണ് ബ്രോട്ട് ഫോർ എന്ന് പറയുന്നത്. ബ്രോട്ട് ഫോർ സംവൺ. ഓക്കെ, ടു ബ്രിങ് something, to bring something to someone. കുട്ടികളെ, നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് വെറുതെ കണ്ടുപോകാതെ ഓരോ ഫ്രേസൽ വെർബ്സിന്റെയും മീനിങ് എഴുതിയെടുക്കുക. കാരണം ഓരോ ക്വസ്റ്റ്യൻസിലും ഇതിൽ ഏതെങ്കിലും, ഇപ്പൊ ബ്രിങ്ങിന്റെ ഫ്രേസൽ വെർബ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ മാറി മാറി ചോദിച്ച് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇത് എല്ലാം, ഈ ഓപ്ഷൻസിനകത്തുള്ള എല്ലാ ഫ്രേസൽ വെർബ്സിന്റെ മീനിങ് ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്സ് എഴുതി വെക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഇതാണ്. ഇർഫാൻ വാസ് ബ്രോട്ട് അപ്പ് എന്നാണ് കേട്ടോ. ഇർഫാൻ വളർന്നത് എവിടെയാണ്? ബീഹാറിലെ ഒരു വില്ലേജിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷീ കാൻ ഡാഷ് ഹർ ഹസ്ബൻഡ് എനി ലോങ്ങർ. ഷീ കാൻ ഡാഷ് ഹർ ഹസ്ബൻഡ് എനി ലോങ്ങർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഫ്രേസൽ വെർബ്സിന്റെ മീനിങ് നോക്കാം. പുട്ട് ഓൺ മീൻസ് വെയർ. നമുക്ക് ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ട്, നമ്മൾ ഡ്രസ്സ് ഇടത്തില്ലേ,
ശരീരത്തിലേക്ക് ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ അതിന് പുട്ട് ഓൺ എന്നാണ്. പുട്ട് ഓൺ ക്ലോത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ അതാണ് പുട്ട് ഓൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പുട്ട് ഓൺ മീൻസ് വെയർ. അടുത്തത് എന്താ? പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ എസ്റ്റിംഗ്വിഷ്. എസ്റ്റിംഗ്വിഷ് മീൻസ് തീ അണയ്ക്കുന്ന, കെടുത്തുക. അതാണ് എസ്റ്റിംഗ്വിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത പുട്ടപ്പ്. പുട്ടപ്പ് മീൻസ് സ്റ്റേ ചെയ്യുക, സ്റ്റേസ്. അതാണ് പുട്ടപ്പ് എന്ന് പറയുന്നത്. എന്താണ് പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ? പുട്ടപ്പ് മീൻസ് ടോളറേറ്റ് പേഷ്യൻ്റ്ലി. ടോളറേറ്റ് എന്ന് വെച്ചാൽ എന്താ? സഹിക്കുക. ഓക്കെ, ക്ഷമയോടുകൂടെ സഹിക്കുക എന്നതാണ് പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഈ പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസൽ വേർബ് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഷീ കാൺ പുട്ടപ്പ് വിത്ത് ഹർ ഹസ്ബൻഡ് എനി ലോങ്ങർ. അവൾക്ക് ഇനി അവളുടെ ഹസ്ബൻഡിനെ സഹിക്കാനായിട്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇതാണ്, പുട്ടപ്പ് വിത്ത് ആണ് കേട്ടോ. പുട്ടപ്പ് വിത്ത് മീൻസ് എന്താണ്? സഹിക്കുക. മലയാളത്തില് സഹിക്കുക എന്നാണ് കേട്ടോ. സഹിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നോക്കിക്കേ, ദ പാക്ക് ഓഫ് എലിഫന്റ്സ് ഡാഷ് ദ ലേക്ക് ലേറ്റ് ഇൻ ദ ഈവനിങ്. ദ പാക്ക് ഓഫ് എലിഫന്റ്സ്. പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാക്ക് ഓഫ് എലിഫന്റ്സ് എന്ന് വെച്ചാൽ എലഫന്റ്സിന്റെ ഒരു കൂട്ടം. ഓക്കെ, എലഫന്റ്സിന്റെ ഒരു കൂട്ടം. എലഫന്റ്സ് ഡാഷ് ദ ലേക്ക് ലേറ്റ് ഇൻ ദ ഈവനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം ഇവിടെ ഏത് ഫ്രേസൽ വേർബാണ് വരിക എന്ന് നമുക്ക് നോക്കാം. എന്താണ് മെയ്ഡ് അപ്പ് എന്ന് വെച്ചാൽ? മെയ്ഡ് അപ്പ് മീൻസ് ടു എൻഡ് എ കോറൽ. എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അതിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ടു എൻഡ് എ കോറൽ, വഴക്ക് അവസാനിപ്പിക്കുക. അതാണ് മെയ്ഡ് അപ്പ് എന്ന് പറയുന്നത്. മെയ്ഡ് ഫോർ എന്ന് വെച്ചാൽ എന്താണ്? മെയ്ഡ് ഫോർ മീൻസ് ടു മൂവ് towards. ഓക്കെ, നീങ്ങുക. ഒരിടത്തേക്ക് എന്ത് ചെയ്യുക? നീങ്ങുക എന്നുള്ളതാണ്. മൂവ് ചെയ്ത് പോവുക എന്നതാണ് കേട്ടോ മെയ്ഡ് ഫോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെയ്ഡ് ഇൻ എന്ന് വെച്ചാൽ എന്താ? മെയ്ഡ് ഇൻ മീൻസ് എൻറ്റർ, പ്രവേശിക്കുക. മെയ്ഡ് ഇൻ മീൻസ് എൻറ്റർ. അടുത്ത് മെയ്ഡ് ഓഫ് എന്ന് വെച്ചാൽ? മെയ്ഡ് ഓഫ് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ്. മെയ്ഡ് ഓഫ് എന്ന് വെച്ചാൽ ടു അണ്ടർസ്റ്റാൻഡ്. എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ്. മെയ്ഡ് ഓഫ് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താണ്? ദ പാക്ക് ഓഫ് എലിഫന്റ്സ് ഡാഷ് ദ ലേക്ക് ലേറ്റ് ഇൻ ദ ഈവനിങ്. അപ്പൊ എന്താണ്? ദ പാക്ക് ഓഫ് എലിഫന്റ്സ് മെയ്ഡ് ഫോർ ദ ലേക്ക് ആണ് ആൻസർ. മെയ്ഡ് ഫോർ മീൻസ് ടു മൂവ് ടുവേർഡ്സ്. എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുന്നത്? ടുവേർഡ്സ് ദ ലേക്ക് ലേറ്റ് ഇൻ ദ ഈവനിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ഓഫീസർ വെന്റ് dash the report many times and approved it. The officer went dash the report many times and approved it. Okay, അപ്പോൾ നോക്കാം നമുക്ക്. വെന്റ് ആണ്. അപ്പോൾ വെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാലോ, ഗോ എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ഫോം ആണ് എന്ത്? വെന്റ് എന്ന് പറയുന്നത്. ഗോ എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ഫോം ആണ് എന്ത്? വെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, വെന്റ് അപ്പ് എന്ന് വെച്ചാൽ ഇൻക്രീസ് ആവുക, കൂടുക എന്നതാണ് വെന്റ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെന്റ് ഓവർ എന്ന് വെച്ചാൽ? വെന്റ് ഓവർ മീൻസ് രണ്ട് മീനിങ് ഉണ്ട്. വെന്റ് ഓവർ ഇവിടെ എഴുതരാം ടീച്ചർ. വെന്റ് ഓവർ എന്ന് വെച്ചാൽ രണ്ട് മീനിങ് ഉണ്ട്. ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് അടുത്ത, അതായത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത വേറൊരു മീനിങ് എന്ന് പറയുന്നത് ടു എക്സാമിൻ ഓർ ലുക്ക് സംതിങ് ഇൻ എ കെയർഫുൾ ആൻഡ് ഡീറ്റെയിൽഡ് വേ. ടു എക്സാമിൻ സംതിങ് കെയർഫുൾ ആൻഡ് ഡീറ്റെയിൽഡ് വേ. ഞാൻ ഇംഗ്ലീഷ് ടേംസ് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് അറിയോ? നിങ്ങൾക്ക് ഓപ്ഷനകത്ത് ചിലപ്പോൾ ഈ ഒരു മീനിങ് ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മീനിങ് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഡീറ്റെയിൽഡ് വേ ആണ്. ഓക്കെ, സോ വെന്റ് ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു മീനിങ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സെക്കൻഡ് മീനിങ് എന്താ? ടു എക്സാമിൻ സംതിങ് കെയർഫുൾ ആൻഡ് ഡീറ്റെയിൽഡ്.
ക്രോസ് എക്സാം നമ്മൾ ചെയ്യത്തില്ലേ, എക്സാമിൻ ചെയ്യത്തില്ലേ, അതായത് വിസ്തരിച്ച് നോക്കുക. ഓക്കെ, സൂക്ഷ്മതയോടുകൂടെ എന്ത് ചെയ്യുക, നോക്കുക എന്നുള്ളതാണ് എക്സാമിൻ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ ഓഫീസർ വെന്റ് എന്ത് വരും കുട്ടികളെ, വെന്റ് ഓവർ ദ റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്ലോഡ്. ഓഫീസർ എന്ത് ചെയ്തു, റിപ്പോർട്ട് വളരെ സസൂക്ഷ്മമായിട്ട് എന്ത് ചെയ്തു, സസൂക്ഷ്മമായിട്ട് എക്സാമിൻ ചെയ്തു, എന്നിട്ടാണ് എന്ത് ചെയ്തത്, അത് അപ്രൂവ് ചെയ്തത്. ഓക്കെ, ദ ഓഫീസർ വെന്റ് ഓവർ ദ റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. ഇനി എന്താണ് വെന്റ് ഓണിന്റെ മീനിങ്? വെന്റ് ഓൺ മീൻസ് കണ്ടിന്യൂ എന്നാണ് കേട്ടോ. എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് ചെയ്യുക എന്നുള്ളതാണ് വെന്റ് ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെന്റ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോഡ്, പൊട്ടിത്തെറിക്കുക, എക്സ്പ്ലോഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ, എഴുതിയല്ലോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഡേവിഡ് ഈറ്റ്സ് ടു മച്ച് നൗ എ ഡേയ്സ്. ഡേവിഡ് ഈയിടെയായിട്ട് ഒത്തിരി കഴിക്കുന്നുണ്ട്. ഹി ഹാസ് ഡാഷ് എ ഫ്യൂ പൗണ്ട്സ് റീസെന്റ് എന്നാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം ഏത് ഫ്രേസൽ വെർബ് വരുന്നു നമുക്ക് നോക്കാം. പുട്ട് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പുട്ട് അപ്പ് മീൻസ് ടു സ്റ്റേ, സ്റ്റേ ചെയ്യുക, അതാണ് പുട്ടപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുട്ടിൻ എന്താണ്, പുട്ടിൻ മീൻസ് ഇന്ററപ്റ്റ്, ഇന്ററപ്റ്റ് എ കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷന്റെ ഇടയ്ക്ക് കയറി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടിൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തടസ്സം നേരിടുകയാണെന്നുണ്ടെങ്കിൽ, തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പുട്ടിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പുട്ട് ഓൺ മീൻസ് രണ്ട് മീനിങ് ഉണ്ട് മെയിൻലി. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രം ധരിക്കുക, അടുത്തതെന്ന് വെച്ചാൽ ഗെയിൻ വെയിറ്റ്. ഓക്കെ, ഗെയിൻ വെയിറ്റ്, ഭാരം കൂടുക എന്നുള്ളൊരു മീനിങ് കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡേവിഡ് ഈറ്റ്സ് ടു മച്ച് നൗഡേയ്സ്. ഡേവിഡ് ഈയിടെയായിട്ട് ഒരുപാട് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്താ, ഒത്തിരി കഴിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, വെയിറ്റ് ഗെയിൻ ചെയ്യും അല്ലേ. അതുകൊണ്ട് ഇവിടെ ഏത് ഫ്രേസൽ വേർബ് വരും, ഹി ഹാസ് പുട്ട് ഓൺ. ഹി ഹാസ് പുട്ട് ഓൺ. നിങ്ങൾ വിചാരിക്കും പുട്ട് ഓൺ നമ്മൾ നോർമലി കേട്ടിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് വെയർ എന്നുള്ളതാണ് കേട്ടോ, വെയർ എന്നുള്ളതാണ്. അത് പക്ഷെ അതിന് ഇങ്ങനൊരു മീനിങ് കൂടെ ഉണ്ട്, അതുകൊണ്ട് പഠിച്ചു വെച്ചോ. ഹി ഹാസ് ഗെയിൻ വെയിറ്റ് അല്ലേ, സോ ഹി ഹാസ് പുട്ട് ഓൺ എ ഫ്യൂ പൗണ്ട്സ് റീസെന്റ്. ഓക്കെ, ഇനി എന്താണ് പുട്ട് അസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുട്ട് അസൈഡ് മീൻസ് ഭാവിക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കത്തില്ലേ, അതിനാണ് പുട്ട് അസൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ടു സ്റ്റോപ്പ് യൂസിങ് അണ്ടിൽ ലേറ്റർ, ടു സ്റ്റോപ്പ് യൂസിങ് അണ്ടിൽ ലേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യും, ഇപ്പോൾ യൂസ് ചെയ്യാതെ ഭാവിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കരുതി വെക്കുന്നു, അതിനെയാണ് പുട്ട് അസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, കംപ്ലീറ്റ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. വി ഡിസൈഡഡ് ടു വെയിറ്റ് ടിൽ ദ സ്റ്റോം. വി ഡിസൈഡഡ് ടു വെയിറ്റ്, ഞങ്ങൾ തീരുമാനിച്ചു എന്തിനാ, വെയിറ്റ് ചെയ്യാൻ. ടിൽ ദ സ്റ്റോം, സ്റ്റോം ഏതുവരെ എന്നുള്ളതാണ് നോക്കാം. സ്റ്റോം എന്ന് വെച്ചാൽ അറിയാമല്ലോ, കൊടുങ്കാറ്റ്. നോക്കിയേ, ബ്ലൗസ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബ്ലൗസ് ഔട്ട് മീൻസ് ബി എക്സ്റ്റിങ്ക്വിഷ്ഡ് ബൈ എൻ എയർ കറണ്ട് എന്നാണ് കേട്ടോ. ബി എക്സ്റ്റിങ്ക്വിഷ്ഡ് ബൈ എയർ കറണ്ട്. ബ്ലൗസ് ഔട്ട്, പുറത്തേക്ക് പൊട്ടി വരിക എന്നുള്ളതാണ് ബ്ലൗസ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബ്ലൗസ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്, ബ്ലൗസ് ഓഫ് എന്ന് വെച്ചാൽ മനഃപൂർവ്വം ചെയ്യാതിരിക്കുക, എനിക്ക് കഴിയും പക്ഷെ ഞാൻ ചെയ്യത്തില്ല, അങ്ങനത്തെ ആ ഒരു മീനിങ് ആണ് ബ്ലൗസ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടു ഡെലിബറേറ്റ്ലി എന്ന് വെച്ചാൽ മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി നോട്ട് ഡു എന്ത്, സംതിങ്, നോട്ട് ഡു സംതിങ് that you said you would. എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ കാര്യം ഞാൻ മനഃപൂർവ്വം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിനെ ബ്ലൗസ് ഓഫ് എന്ന് പറയാം. ഓക്കെ, ടു ഡെലിബറേറ്റ്ലി നോട്ട് ഡു സംതിങ് ദാറ്റ് യു സെഡ് യു വുഡ്. ഓക്കെ, അടുത്തെന്താ, ബ്ലൗസ് ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശക്തി കെടുക എന്ന് നമ്മൾ പറയും.
മങ്ങിപ്പോകുക, ഫെയ്ഡ് അവേ, ഫെയ്ഡ് അവേ. ഫെയ്ഡ് മീൻസ് മങ്ങിപ്പോവുക കേട്ടോ, ഫെയ്ഡ് അവേ വിത്തൗട്ട് സീരിയസ് കോൺസിക്വൻസസ്. അതാണ് ബ്ലൗസ് ഓവർ എന്ന് പറയുന്നത്. ശക്തി കെടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫെയ്ഡ് ആവുക, അല്ലെങ്കിൽ മങ്ങിപ്പോകുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. വി ഡിസൈഡഡ് ടു വെയിറ്റ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ടിൽ ദ സ്റ്റോം ഫെയ്ഡ് അവേ. ടിൽ ദ സ്റ്റോം ഫെയ്ഡ് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോമിന്റെ, അതായത് കൊടുങ്കാറ്റിന്റെ ശക്തി കെടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ആൻസർ ഇതാണ്, ബ്ലോസ് ഓവർ ആണ് കേട്ടോ. ഇനി എന്താണ് ബ്ലോ എവേ എന്ന് വെച്ചാൽ? ബ്ലോ എവേ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലോ എവേ മീൻസ് ഇംപ്രസ് സംവൺ ഗ്രേറ്റ്ലി. ഒരാൾക്ക് ഒരു പ്രസന്റ് കൊടുക്കുകയാണ്, ബർത്ത്ഡേക്ക് ഒരു പ്രസന്റ് മേടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അയാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും അല്ലെ? അങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും. സോ ഇംപ്രസ് സംവൺ ഗ്രേറ്റ്ലി, അതാണ് ബ്ലോ എവേ എന്ന് പറയുന്നത് കേട്ടോ. ഇംപ്രസ് സംവൺ ഗ്രേറ്റ്ലി, ഇംപ്രസ് സംവൺ ഗ്രേറ്റ്ലി, ദാറ്റ് ഈസ് ബ്ലോ എവേ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ബ്ലോ ഔട്ട്, ബ്ലോസ് ഓഫ്, ബ്ലോ ഓവർ ആൻഡ് ബ്ലോ എവേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹി ടേക്സ് ആഫ്റ്റർ ഹിസ് മദർ റാദർ ദാൻ ഫാദർ എന്ന് വെച്ചാൽ എന്താ? ഇൻ ദ സെന്റൻസ് ഗിവൻ അബോവ് ദ മീനിങ് ഓഫ് ടേക്സ് ആഫ്റ്റർ. ടേക്സ് ആഫ്റ്ററിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ടേക്സ് ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല കുട്ടികളെ, റിസംബിൾ. ഇത് ടേക്സ് ആഫ്റ്റർ മിക്കവാറും പരീക്ഷകൾക്ക് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടുക്ക് ആഫ്റ്റർ, ടുക്ക് ആഫ്റ്റർ എന്നാണ് ഇത്. ടുക്ക് ആഫ്റ്റർ അല്ലെങ്കിൽ ടേക്ക് ആഫ്റ്റർ. ടുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ റിസംബിൾ എന്നാണ് കേട്ടോ. റിസംബിൾ ടു ഫാദർ ഓർ മദർ, റിസംബിൾ ടു ഓൾഡ് റിലേറ്റീവ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് ടുക്ക് ആഫ്റ്റർ. റിസംബിൾ മീൻസ് സാമ്യത. നമ്മൾ പറയാറില്ല, ഒരു കുഞ്ഞു അവയെ കാണുമ്പോൾ പറയാറില്ല, അയ്യോ മോൾ അച്ഛനെ പോലെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ മോൾ അമ്മയെ പോലെ തന്നെ ഉണ്ട്. നമ്മൾ പറയാറില്ലേ, കാണാൻ അമ്മയെ പോലെ തന്നെ ഉണ്ടെന്ന് പറയാറില്ലേ? അപ്പൊ അതാണ് ടേക്സ് ആഫ്റ്റർ മീൻസ്. എന്താണ് ടേക്സ് ആഫ്റ്റർ മീൻസ്? വാട്ട്? ദ ബേബി ടേക്സ് ആഫ്റ്റർ ഹിസ് മദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബേബി അവന്റെ അമ്മയെ പോലെ തന്നെ ഉണ്ട്, അമ്മയെ പോലെ തന്നെ കാണാനുണ്ട്, കാണാൻ അമ്മയെ പോലെയാണ് എന്ന് നമ്മൾ പറയില്ലേ? അതാണ് ടേക്സ് ആഫ്റ്റർ മീൻസ് റിസംബിൾ, സാമ്യത. എന്താണ്? സാമ്യത. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? I will have to dash a lot of effort to complete the work on time. I will have to dash a lot of effort to complete the work on time. നമുക്ക് നോക്കാം. put in എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? put in എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. put in മീൻസ് ഇന്ററപ്റ്റ് എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഇന്ററപ്റ്റ് ചെയ്യുക എന്നുള്ളത്, തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഇൻക്ലൂഡ് എന്നുള്ളൊരു മീനിങ്ങും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി പുട്ട് ഓൺ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചു. പുട്ട് ഓൺ മീൻസ് വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ ഗെയിൻ വെയിറ്റ്, നമുക്ക് ഭാരം കൂടുകയാണെങ്കിൽ, ശരീരഭാരം കൂടുകയാണെങ്കിൽ നമുക്ക് പുട്ട് ഓൺ എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു മീനിങ് കൂടെയുണ്ട്, പ്രൊവൈഡ് സംതിങ് സ്പെഷ്യലി. Provide something specially. ഇവിടെ നോക്കിക്കേ, I will have to put on what? A lot of effort. എനിക്ക് എന്താണ് കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ടേ പറ്റത്തുള്ളൂ. എന്തിനാ? ടു കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം. കറക്റ്റ് ടൈമിന് എനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ I have to put on a lot of effort എന്നാണ് കേട്ടോ. I have to put on a lot of effort. അതായത് എനിക്ക് എഫേർട്ട് പ്രൊവൈഡ് ചെയ്യണം. എന്തിനാ? പ്രൊവൈഡ് സംതിങ് സ്പെഷ്യലി മീൻസ് എഫേർട്ട്, എക്സ്ട്രാ ഒരു എഫേർട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ എന്നതാണ് മീനിങ്. സോ ആൻസർ പുട്ട് ഓൺ ആണ് കേട്ടോ. പുട്ട് അപ്പ് വിത്ത് നമ്മൾ പഠിച്ചു. എന്താണ്? ടോളറേറ്റ് ചെയ്യുക, സഹിക്കുക എന്നുള്ളത്. മേക്കപ്പ് അറിയാത്ത കുട്ടികളുണ്ടോ? എസ്പെഷ്യലി നമ്മൾ പെൺകുട്ടികൾക്ക് മേക്കപ്പ് അറിയാമല്ലോ. മേക്കപ്പ് മീൻസ് മുഖത്ത് മേക്കപ്പ് ഇടുക എന്നുള്ളൊരു, ബ്യൂട്ടി പ്രോഡക്ട്സ് ഇടുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. വേറൊരു മീനിങ് കൂടെയുണ്ട് കേട്ടോ, ഇൻവെന്റ് സംതിങ്. വേറൊരു മീനിങ് കൂടെയുണ്ട്, മേക്ക് അപ്പ് ചെയ്യുക മീൻസ് ഇൻവെന്റ് സംതിങ് ലൈക്ക് എക്സ്ക്യൂസ് ഓർ സ്റ്റോറി ഓർ കോമ്പൻസേറ്റ് ഫോർ. അതായത് ഇൻവെന്റ് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുവേ, പക്ഷെ നിങ്ങൾ നോട്ട് എഴുതി പഠിച്ചു വന്നാലുണ്ടല്ലോ കുട്ടികളെ, ഇത് പിന്നെ എളുപ്പമായിരിക്കും കേട്ടോ.
ഇൻവെന്റ് സംതിങ് ലൈക്ക് എക്സ്ക്യൂസ്. നമ്മൾ എക്സ്ക്യൂസ് പറയത്തില്ലേ, അതിനെ മേക്ക് എന്ന് നമുക്ക് മേക്ക് അപ്പ് എന്ന് പറയാം കേട്ടോ. ഇൻവെന്റ് സംതിങ് ലൈക്ക് എക്സ്ക്യൂസ്, അല്ലെങ്കിൽ ഒരു കഥ പറയത്തില്ലേ, കഥ ഉണ്ടാക്കത്തില്ലേ, അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, മേക്ക് അപ്പ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ദിവസം നോക്കിക്കേ. മൈ ബ്രദർ റിജക്റ്റഡ് എ ജോബ് ഓഫർ ഫ്രം എൻ ഓർഗനൈസേഷൻ അസ് ദ ഫസ്റ്റ് പേ വാസ് ടു ലോ. ഫസ്റ്റ് പേ വളരെ ചെറുതായതുകൊണ്ട് എൻ്റെ ബ്രദർ എന്ത് ചെയ്തു, ജോബ് ഓഫർ, ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വന്ന ജോബ് ഓഫർ എന്ത് ചെയ്തു, നിരസിച്ചു, റിജക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ റിജക്റ്റഡ് എന്ന് പറയുന്ന മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ടേൺ ഡൗൺ മീൻസ് റിജക്ട് ചെയ്യുക, റിജക്ട്. ടേൺ ഡൗൺ മീൻസ് റിജക്ട്, അല്ലെങ്കിൽ റെഫ്യൂസ്. ഓക്കെ, റിജക്ട് ഉപേക്ഷിക്കുക, റെഫ്യൂസ് നിരസിക്കുക. അടുത്ത ടേൺ എവേ. ആൻസർ കിട്ടിയല്ലോ, ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ് കേട്ടോ, ടേൺ ഡൗൺ ആണ്. ഇനി ടേൺ എവേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ടു റെഫ്യൂസ് ടു അലോ സംബഡി ടു എൻ്റർ എ പ്ലേസ്. ടേൺ എവേ മീൻസ് എന്താണ്, ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് പോകാനായിട്ട് അനുവദിക്കാതിരിക്കുക, അതാണ് ടേൺ എവേ എന്ന് പറയുന്നത്. ടു റെഫ്യൂസ് ടു allow somebody to enter a place. ഓക്കെ, ഇതാണ് ടേൺ അവേ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ സ്ഥലത്തിലേക്ക് എന്താണ്, പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക, പ്രവേശനം നിഷേധിക്കുക, അതാണ് ടേൺ അവേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടേൺ ഓൺ. നിങ്ങൾക്ക് അറിയാമല്ലോ, ടേൺ ഓൺ എ ഫാൻ മീൻസ് എന്താ, ഓൺ ചെയ്യുക, സ്വിച്ച് ഓൺ ചെയ്യുക. എന്തിനാ, ബൾബ് കത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫാൻ കറങ്ങുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ടേൺ ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ടേൺ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൈവ്. ഓക്കെ, എത്തിച്ചേരുക എന്നുള്ളതാണ്, അറൈവ് എന്നാണ്, എത്തുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വി ഹാവ് ടു ഡാഷ് ദ മീറ്റിംഗ് as there is no power supply ഇല്ലാത്തത് കൊണ്ട് we have to postpone the meeting. നമുക്ക് മീറ്റിംഗ് എന്ത് ചെയ്യണം, മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റി വെക്കണം. അപ്പോൾ പോസ്റ്റ്പോൺ മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് നമുക്ക് കണ്ടുപിടിക്കണം. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്, പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുക, അതാണ് പുട്ട് ഓഫ്. അപ്പോൾ ആൻസർ കിട്ടി, ഓപ്ഷൻ എ ആണ്. പുട്ട് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്, പുട്ട് അപ്പ് മീൻസ് റൈസ് എന്നുള്ളതുകൊണ്ട് വേറൊരു മീനിങ് ഉണ്ട്, സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ റൈസ് ചെയ്ത് വരിക. അടുത്തത് എന്താണ്, റൈസ് മീൻസ് അറിയാലോ, വളർത്തിക്കൊണ്ട് വരിക. അടുത്ത പുട്ടിൻ മീൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഓക്കെ, അപ്ലൈ, പിന്നെ റിക്വസ്റ്റ് എന്നൊക്കെ മീനിങ് ഉണ്ട്. അടുത്ത പുട്ട് ഔട്ട് മീൻസ് എന്താണ്, പുട്ട് ഔട്ട് മീൻസ് എക്സ്റ്റിംഗ്വിഷ്, തീ കെടുത്തത്തില്ലേ, അതിനെയാണ് എക്സ്റ്റിംഗ്വിഷ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫ്രേസൽ വേർബ് ബീഫ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബീഫ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ടു മേക്ക് സംതിങ് ബിഗർ, ബെറ്റർ, മോർ ഇൻട്രസ്റ്റിംഗ്, അതാണ് ബീഫ് അപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ബീഫ് അല്ല കേട്ടോ. ബീഫ് അപ്പ് മീൻസ് എന്താണ്, ടു മേക്ക് സംതിങ് ബിഗർ, ബെറ്റർ ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ് എന്നതാണ് അതിന്റെ മീനിങ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് ആൻസർ, ടു മേക്ക് സംതിങ് ബിഗർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ദിവസം നോക്കിക്കേ, fill up the correct phrasal verb. The public meeting was dashed because of bad weather കാരണം, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ കാരണം പബ്ലിക് മീറ്റിംഗ് എന്ത് ചെയ്തിട്ടുണ്ടാകാം, മാറ്റി വെച്ചിട്ടുണ്ടാകാം അല്ലെ. സോ പോസ്റ്റ്പോൺ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ പോസ്റ്റ്പോൺ മീനിങ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രേസൽ വേർബ് പറഞ്ഞ് നിങ്ങൾ നമുക്ക് നോക്കാം. called in means make a call to a place, അല്ലെങ്കിൽ ask someone to come and to do a job, അതാണ് called in എന്ന് പറഞ്ഞ്. called in എന്ന് വെച്ചാൽ ഓക്കെ, മേക്ക് എ കോൾ, നമ്മൾ ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് എ കോൾ ആണ്. നമ്മൾ ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും, നമ്മുടെ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോൾഡ് ഇൻ എന്ന് പറയാം. മേക്ക് എ കോൾ ടു എ പ്ലേസ്. ഓക്കെ,
Called off means cancel something. Okay, cancel something. എന്തെങ്കിലും പിൻവലിക്കുകയാണെങ്കിൽ ഓക്കെ അതാണ് കോൾഡ് ഓഫ്. നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്, കോൾഡ് ഓഫ് ആണ് കേട്ടോ. ഇനി എന്താണ് കോൾഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ? കോൾഡ് ഔട്ട് മീൻസ് ടു ഓർഡർ ചെയ്യുക. കോൾഡ് അവേ മീൻസ് ask someone to leave a place. അതാണ് കോൾഡ് അവേ എന്ന് വെച്ചാൽ. കോൾഡ് അവേ മീൻസ് ask someone to leave a place. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. I dash my friend's pet dog when he is away. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ പെറ്റ് ഡോഗിനെ എന്ത് ചെയ്യും? കെയർ ചെയ്യും. എപ്പോഴാ? വെൻ ഹീസ് എവേ, അവൻ ഇല്ലാത്ത സമയത്ത്, അവൻ ദൂരെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാനാണ് അവന്റെ പെറ്റ് ഡോഗിനെ എന്ത് ചെയ്യുന്നത്? കെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആൻസർ നോക്കിക്കേ, ഏതായിരിക്കും ആൻസർ? കെയർ ചെയ്യുക മീൻസ് ലുക്ക് ആഫ്റ്റർ. എന്താണ്? ലുക്ക് ആഫ്റ്റർ. ആൻസർ ഇതാണ്, ലുക്ക് ആഫ്റ്റർ മീൻസ് കെയർ ആണ് കേട്ടോ. ലുക്ക് ആഫ്റ്റർ മീൻസ് കെയർ. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? കെയർ. അടുത്ത ക്വസ്റ്റ്യൻ. Fill up the blank with the right option from below. Raju dash his wife to tell her that he could be home late. Raju dash his wife എന്തായിരിക്കും? കോൾ അപ്പ് ആയിരിക്കും. കോൾ അപ്പ് മീൻസ് ഫോൺ കോൾ ചെയ്യുക. ഫോൺ കോൾഡ് ടു സംവൺ, അതാണ് കോൾ അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോൺ കോൾഡ് ടു സംവൺ, കോൾ അപ്പ്, അതാണ് കോൾ അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി കോളോൺ എന്താണ്? കോളോൺ മീൻസ് ഡിമാൻഡ് ചെയ്യുക, ആവശ്യപ്പെടുക, അതാണ് ഡിമാൻഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ മീൻസ് പാർട്ട് 1-നകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ കുറേ ഫ്രേസൽ വെർബ്സ് പഠിച്ചിട്ടുണ്ട്. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. നമ്മളത് നെക്സ്റ്റ് പാർട്ടിലായിരിക്കും നോക്കുക. അത് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.